ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്, വെൽക്കം ബാക്ക് ടു ഇംഗ്ലീഷ് ക്ലാസ് റൂം. ഇന്ന് നമ്മൾ പേജ് നമ്പർ 55 ആക്ടിവിറ്റി 3 പോകുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് ആക്ടിവിറ്റി 3 എന്ന്. വിച്ച് ഇവൻറ്റ് ഇൻ ദ സ്റ്റോറി ഡു യു തിങ്ക് ഈസ് ദ മോസ്റ്റ് ട്രാജിക്? നിങ്ങൾ വെലസ്കോയുടെ ഈ ഷിപ്പ് റെക്കോർഡ് സെയിൽ എന്ന് പറയുന്ന ഈ കഥ വായിച്ചിട്ടുണ്ടാവും അല്ലേ? നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാകും. അതിലുള്ള കഥ നിങ്ങളുടെ ഹൃദയത്തിൽ ഇപ്പോഴും നിൽക്കുന്നുണ്ടാകും. അത്രയും ഹൃദയഹാരിയായൊരു കഥയാണത്. അപ്പം ആ കഥയിൽ നിങ്ങൾക്ക് ഏറ്റവും ട്രാജിക്കായിട്ടുള്ള ദുരന്തപൂർണമായ സംഭവം ഏതാണ്? വൈ, എന്തുകൊണ്ട് എന്നതാണ് നമുക്ക് ഉത്തരം എഴുതാനുള്ളത്. ഏതാണ് നിങ്ങൾക്ക് തോന്നുന്നത്? ഏതായാലും അതിൽ നമ്മുടെ കഥയിൽ ഏറ്റവും ട്രാജിക്കായിട്ടുള്ള ഒരു സംഭവം എന്നത് നമ്മുടെ വെലസ്കോ അല്ല, കരബല്ലോ ആൻഡ് കാസ്റ്റലോയുടെ അവരുടെ അവസാന നിമിഷങ്ങളാണ് അല്ലേ? അപ്പം നമുക്ക് എന്ത് ചെയ്താം? ഐ തിങ്ക് ദ മോസ്റ്റ് ട്രാജിക് ഇവൻറ്റ് ഈസ് ദ ഡ്രോയിങ് ഓഫ് കരബല്ലോ ആൻഡ് കാസ്റ്റലോ അല്ലേ? അതായത് കരബല്ലയുടെയും കാസ്റ്റലോയുടെയും അവർ രണ്ടുപേരും വെള്ളത്തിൽ താഴ്ന്നു പോകുന്ന ആ സംഭവമാണ് ഏറ്റവും ദുരന്തപൂർണമായ സംഭവം. റിസ്കിങ് ഹിസ് ഓൺ ലൈഫ്, കരബല്ലോ ട്രൈഡ് ടിൽ ഹിസ് എൻഡ് ടു സേവ് കാസ്റ്റലോ അല്ലേ? അതായത് തൻ്റെ ജീവൻ വരെ പണയം വെച്ച് കരബല്ലോ തൻ്റെ കൂട്ടുകാരനായ കാസ്റ്റലോയെ രക്ഷിക്കാൻ വേണ്ടി അവസാന സമയത്തും തൻ്റെ മരണത്തോട് അടുക്കുന്ന സമയത്ത് പോലും കരബല്ലോ തൻ്റെ കൂട്ടുകാരനായ കാസ്റ്റലോയെ രക്ഷിക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. എങ്ങനെയാണ്? ക്യാരിയിങ് ഹിം ഓൺ ഹിസ് നെക്ക്, തൻ്റെ പിരടിയിൽ, കഴുത്തിൽ അവനെ ചുമന്നുകൊണ്ടാണ് അല്ലേ? ബട്ട് ബോത്ത് ഓഫ് ദം ഡ്രോൺഡ് ടുഗദർ. പക്ഷേ എന്ത് ചെയ്യാം? വിധിയുടെ വിളയാട്ടം അല്ലേ? ബോത്ത് ഓഫ് ദം, അവർ രണ്ടുപേരും ഡ്രൗണ്ട് ടുഗദർ, അവർ രണ്ടുപേരും താഴ്ന്നു പോയി. ദ മെയ്ഡ്സ് ജോയിൻഡ് ഇൻ ദയർ ഡെത്ത് ടു. ഈ രണ്ട് കൂട്ടുകാരന്മാരും അവരുടെ മരണത്തിലും അവർ ഒന്നിച്ചു എന്നാണ് പറയുന്നത്. അപ്പോൾ അത് വളരെ സങ്കടകരമായ, വളരെ ദുഃഖകരമായ, വളരെ ദാരുണമായ ഒരു സംഭവമാണ് അല്ലേ? നമ്മുടെ കരബല്ലയും കാസ്റ്റലോയും അവർ രണ്ടുപേരും വെള്ളത്തിൽ മുങ്ങിപ്പോകുന്നത്. അടുത്തത് നമുക്ക് നോക്കാനുള്ളത് ലെറ്റ്സ് എൻറിച്ച് അവർ വൊക്കാബുലറി അല്ലേ? നമുക്ക് നമ്മുടെ പദസമ്പത്ത് വർദ്ധിപ്പിക്കാമെന്നാണ് പറയുന്നത്. ലെറ്റ്സ് എൻറിച്ച് അവർ വൊക്കാബുലറി. ആക്ടിവിറ്റി 1. അപ്പോൾ അതിൽ ആക്ടിവിറ്റി 1 നമുക്ക് നോക്കാം. Look at the opening sentence of the story. My first impression was that I was utterly alone in the middle of the ocean. അപ്പോൾ look at the opening sentence of the story. നമ്മുടെ ഈ കഥയുടെ ആദ്യത്തെ സെൻറ്റൻസ്, ഓപ്പണിംഗ് സെൻറ്റൻസ് നോക്ക് നിങ്ങൾ. My first impression was that I was utterly alone in the middle of the ocean. എനിക്ക് ആദ്യം തോന്നിയത് എന്തെന്ന് വെച്ചാൽ ഈ കടലിൻ്റെ നടുവിൽ ഞാൻ ഒറ്റക്കായിരുന്നു എന്നാണ്. എന്താപ്പോൾ ഈ സംഭവം, ഈ ആദ്യത്തെ ഓപ്പണിംഗ് സെൻറ്റൻസ് വെച്ചുകൊണ്ട് നമ്മോട് എന്താ പറയുന്നത്? Here the narrator describes his experience of a shipwreck in the first person. ഇവിടെ the narrator, വെലസ്കോ, നമ്മുടെ നരേറ്റർ പറയുന്നത്, ഡിസ്ക്രൈബ്, അദ്ദേഹം വിവരിക്കുന്നത് ഹിസ് എക്സ്പീരിയൻസ് ഓഫ് ഷിപ്പ്റെക്ക്, കപ്പൽ അപകടവുമായി അദ്ദേഹത്തിൻ്റെ ആ എക്സ്പീരിയൻസ്, അനുഭവം അദ്ദേഹം ഇവിടെ നമ്മോട് വിശദീകരിക്കുന്നത് ഇൻ ഫസ്റ്റ് പേഴ്സണിൽ നിന്നുകൊണ്ടാണ്. അപ്പോൾ എന്താണ് ഫസ്റ്റ് പേഴ്സൺ? ഐ, മീ, മൈ എന്നൊക്കെ പറയുന്നത് ഫസ്റ്റ് പേഴ്സണാണ്. ഞാൻ, എന്നെ, എൻ്റെ എന്നൊക്കെ പറയുന്നത് അതെന്താണ്? അത് ഫസ്റ്റ് പേഴ്സൺ ആണ്. അപ്പോൾ അങ്ങനെ കഥ പറയാണ് ഞാൻ അല്ലേ? അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി, ഞാൻ ഈ നടുക്കടലിൽ തീർത്തും ഒറ്റക്കായിരുന്നു എന്നാണ് എനിക്ക് തോന്നിയത് അല്ലേ? ഞാൻ
ഈ നടുക്കടലിൽ തീർത്തും ഒറ്റക്കാണ് എന്നാണ് എനിക്ക് തോന്നിയത്. അപ്പോൾ ഐ എന്നാണ് ഉപയോഗിച്ചത്. അപ്പോൾ ഈ കഥ പറയുന്നത് ഫസ്റ്റ് പേഴ്സണിൽ നിന്നുകൊണ്ടാണ്. ഇനി നമ്മൾ പറയണ ഹൗ വുഡ് ദ സെൻറ്റൻസ് ചേഞ്ച് ഇഫ് ഹി എക്സ്പ്രസ്ഡ് ദ സെയിം ഇൻ തേർഡ് പേഴ്സൺ. എങ്ങനെയാണ് ഈ സെൻറ്റൻസ് മാറുക? ഹൗ വുഡ് ദ സെൻറ്റൻസ് ചേഞ്ച്, എങ്ങനെയാണ് ഈ സെൻറ്റൻസ് മാറുക? ഇഫ് ഹി എക്സ്പ്രസ്ഡ്, നമ്മുടെ നരേറ്റർ എക്സ്പ്രസ് ചെയ്യുകയാണെങ്കിൽ ദ സെയിം, ഇതേ കാര്യം തന്നെ ഇൻ തേർഡ് പേഴ്സണിൽ. അപ്പോൾ തേർഡ് പേഴ്സൺ പറയുമ്പോൾ ഒന്നുകിൽ ഹി അല്ലെങ്കിൽ ഷീ ആയിരിക്കും, മനസ്സിലായല്ലോ, അവൻ അവൾ എന്നായിരിക്കും. അപ്പോൾ മലയാളത്തിൽ പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാകാൻ വേണ്ടി മലയാളത്തിൽ പറയുകയാണെങ്കിൽ എങ്ങനെ നമുക്ക് പറയാം? അദ്ദേഹം വിചാരിച്ചത് അദ്ദേഹം നടുക്കടലിൽ ഒറ്റക്കാണ് എന്നായിരുന്നു. അപ്പോൾ ആദ്യം നമ്മൾ എങ്ങനെ പറഞ്ഞത്? ഞാൻ വിചാരിച്ചത് നടുക്കടലിൽ ഞാൻ തീർത്തും ഒറ്റക്കായിരുന്നു എന്നാണ്. അപ്പോൾ അത് എന്താണ്? തേർഡ് പേഴ്സണിലേക്ക് വരുമ്പോൾ അദ്ദേഹം വിചാരിച്ചത്, അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ ഇംപ്രഷൻ എന്താണെന്ന് വെച്ചാൽ അദ്ദേഹം ആ നടുക്കടലിൽ ഒറ്റക്കായിരുന്നു എന്നാണ് അദ്ദേഹം വിചാരിച്ചത്. മനസ്സിലായല്ലോ? അതാ അങ്ങനെയാണ് മലയാളത്തിൽ വരുമ്പോൾ. ഇനി നമുക്ക് ഇംഗ്ലീഷിൽ അത് ആക്കണം. എങ്ങനെയാ അതാക്കുക? വെലസ്കോസ് ഫസ്റ്റ് ഇംപ്രഷൻ വാസ്, നമ്മൾ ആദ്യം പറഞ്ഞത് ഇവ ശ്രദ്ധിക്കണേ, മൈ ഫസ്റ്റ് ഇംപ്രഷൻ വാസ് എന്നുള്ളിടത്ത് വെലസ്കോസ് ഫസ്റ്റ് ഇംപ്രഷൻ വാസ്, വെലസ്കോയുടെ ആദ്യത്തെ ഇംപ്രഷൻ, അദ്ദേഹത്തിന് ആദ്യം തോന്നിയത് എന്തെന്ന് വെച്ചാൽ ദാറ്റ് ഹി വാസ് അട്ടേർലി അലോൺ ഇൻ ദ മിഡിൽ ഓഫ് ഓഷ്യൻ. അദ്ദേഹം എന്താണ്? ഈ നടുക്കടലിൽ ഒറ്റക്കായിരുന്നു എന്നാണ്. മനസ്സിലായല്ലോ? ഹി വാസ്, അദ്ദേഹമായിരുന്നു, അട്ടേർലി അലോൺ, തീർത്തും ഒറ്റക്കാണ്, ഇൻ ദ മിഡിൽ ഓഫ് ദ ഓഷ്യൻ, ആ നടുക്കടലിൽ. അപ്പോൾ നമുക്ക് മനസ്സിലായല്ലോ എങ്ങനെയാണ് ഫസ്റ്റ് പേഴ്സണിൽ വരുമ്പോഴും തേർഡ് പേഴ്സണിൽ വരുമ്പോഴും സെൻറ്റൻസ് ചേഞ്ച് ചെയ്യുന്നത് എന്ന് നിങ്ങളിപ്പോൾ കണ്ടു. അപ്പോൾ ഇനി പറയാൻ പോകുന്നത് ദ പൊസസീവ് ഫോം ഓഫ് നൗൺസ് ആർ മെയ്ഡ് ബൈ ആഡിങ് അപ്പോസ്ട്രോഫി എൻഎസ് ടു ദ നൗൺസ്. ഈ പൊസസീവ് ഫോം ഉണ്ടാക്കുന്നത്, നൗണുകളുടെ പൊസസീവ് ഫോം നിർമ്മിക്കുന്നത് ആ നൗണുകളോട് കൂടെ അപ്പോസ്ട്രോഫി എസ് ചേർത്തുകൊണ്ടാണ് എന്ന് പറഞ്ഞപ്പോൾ എങ്ങനെ ഒരു ഉദാഹരണം പറയാൻ നിങ്ങൾക്ക് മനസ്സിലാകും. എങ്ങനെ? എക്സാമ്പിൾ ഉദാഹരണം എങ്ങനെയാണ്? സജീനാസ് ബുക്ക്. സജിന എന്ന് പറയുന്ന ഈ നൗണിൻ്റെ പൊസസീവ് ഫോം എടുക്കാൻ വേണ്ടി ഇവിടെ ഒരു അപ്പോസ്ട്രോഫി എസ് ചേർത്ത് കൊടുത്തു അല്ലേ? അപ്പോൾ സജിനാസ് എന്നായി. അപ്പോൾ എങ്ങനെ അർത്ഥം വന്നു? സജിനയുടെ. മനസ്സിലായില്ല? അപ്പോൾ അതാണ് ഈ പൊസസീവ് ഫോം എന്ന് പറഞ്ഞാൽ. സജിനയുടെ ബുക്ക്. മനസ്സിലായില്ല? സജിനയുടെ ബുക്ക് എന്ന് പറയാൻ വേണ്ടിയിട്ട് സജിനാസ് ബുക്ക് എന്നാണ് പറഞ്ഞത്. അതുപോലെ രാഹുൽസ് ബാറ്റ്. രാഹുൽ എന്ന ഈ നൗണിൻ്റെ കൂടെ അപ്പോസ്ട്രോഫി എസ് ചേർത്ത് കൊടുത്ത് ആ രാഹുലിൻ്റെ പൊസസീവ് ഫോം എടുത്തു. രാഹുൽ എന്ന നൗണിൻ്റെ പൊസസീവ് ഫോം എടുത്തു. അപ്പോൾ രാഹുൽസ് എന്നായി. അതിൻ്റെ അർത്ഥം രാഹുലിൻ്റെ. അപ്പോൾ രാഹുൽസ് ബാറ്റ്, രാഹുലിൻ്റെ ബാറ്റ്, എക്സെട്ര. നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ നമുക്ക് അടുത്തതിലേക്ക് പോകാം. ബട്ട് ഇൻ ദ കേസ് ഓഫ് പ്രോനൗൺസ്, ഈ നൗണുകൾ ഉപയോഗിക്കുന്ന ആവർത്തിച്ച് വരുന്ന സ്ഥലത്താണ് നമ്മൾ പ്രോനൗൺ വെച്ച് കൊടുക്കുക അല്ലേ? അപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ നമ്മൾ പറയുകയാണ് രാമു 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയാണ്. അപ്പോൾ രാമുവിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട കൂട്ടുകാരൻ ആരാണ്? മുഹമ്മദാണ്. രാമുവിന് മുഹമ്മദിനെ വളരെ ഇഷ്ടമാണ്. രാമു എന്നും രാവിലെ എണീക്കുന്നു. ഇങ്ങനെ രാമു എന്നിങ്ങനെ പറയുന്നതിന് പകരം നിങ്ങൾ ഇങ്ങനെയൊന്ന് പറഞ്ഞു നോക്ക്. രാമു 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയാണ്. അവൻ്റെ ഏറ്റവും അടുത്ത കൂട്ടുകാരൻ മുഹമ്മദാണ്. അവനക്ക് മുഹമ്മദിനെ ഇഷ്ടമാണ്. അങ്ങനെയൊക്കെ ബാക്കിയുള്ള സ്ഥലത്ത് അവൻ എന്നുള്ള പ്രോനൗൺ ചേർത്ത് കൊടുക്കുകയാണ് അല്ലേ? അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്. അല്ലെങ്കിൽ പേരുകളുടെ സ്ഥാനത്ത് വെക്കാൻ പറ്റുന്നതാണ് പ്രോനൗൺ. അപ്പോൾ പ്രോനൗണിൻ്റെ പൊസസീവ് ഫോം നമ്മൾ ഈ നൗണിൻ്റെ പൊസസീവ് ഫോം എടുത്തതുപോലെയല്ല, അപ്പോസ്ട്രോഫി എസ് ചേർത്ത് കൊടുത്തിട്ടല്ല എടുക്കുന്നത്. അതാണ് ഈ പറയുന്നത്. ബട്ട് ഇൻ ദ കേസ് ഓഫ് പ്രോനൗൺസിൻ്റെ കേസിൽ ദ വേർഡ്സ് ടേക്ക് ന്യൂ ഫോം. ആ
അത് ആ വേർഡ് എന്ത് ചെയ്യും, അതിൻ്റെ ഒരു പുതിയ ഫോം എടുക്കുകയാണ് നമുക്ക് ചെയ്യാനുള്ളത്. അപ്പോൾ അങ്ങനെ പ്രോനൗണിൻ്റെ കൂടെ അപ്പോസ്ട്രോഫീസ് ചേർത്ത് കൊടുക്കില്ല, അതിന് വേറൊരു ഫോം തന്നെയാണ്, ഒരു പുതിയ ഫോമിലുള്ള ഒരു പദമാണ് നമ്മൾ എടുക്കുക. അപ്പോൾ ഉദാഹരണത്തിന് പറയാണ്, ദ പൊസസീവ് ഫോം ഓഫ് ഐ എന്ന പ്രോനൗണിൻ്റെ പൊസസീവ് ഫോം എന്നുള്ളത് ഈസ് ഏതാണ്, മൈ എന്നാണ്. അപ്പോൾ ഐയുടെ പൊസസീവ് ഫോം അപ്പോസ്ട്രോഫീസ് ചേർത്തിട്ടല്ല, എങ്ങനെയാണ് ഐയുടെ പൊസസീവ് ഫോം മൈ എന്നുള്ള അതിൻ്റെ വേർഡിനെ ചേഞ്ച് ചെയ്ത് അല്ലേ, പുതിയൊരു ഫോമിൽ വന്നിട്ടുള്ളത് ഐ മൈ, അതായത് ഞാൻ എൻ്റെ. മനസ്സിലായല്ലോ? അപ്പോൾ ഫൈൻഡ് ദ പൊസസീവ് ഫോംസ് ഓഫ് ദ പ്രോനൗൺസ് വി, യു, ഹി, ഷീ, ദേ ആൻഡ് ഇറ്റ്. അപ്പോൾ ഫൈൻഡ് ദ പൊസസീവ് ഫോം ഓഫ് ദ പ്രോനൗൺസ്. നിങ്ങൾ എന്ത് ചെയ്യണം, പ്രോനൗണുകളുടെ പൊസസീവ് ഫോം കണ്ടെത്തണം. ഏതിൻ്റെയൊക്കെ? വി അല്ലേ, യു, ഹി, ഷീ, ദേ ആൻഡ് ഇറ്റ്. എങ്ങനെയായിരിക്കും നമുക്ക് കണ്ടെത്താൻ പറ്റുക? മാത്രമല്ല, യൂസ് ഈച്ച് പ്രോനൗൺ ആൻഡ് ഇറ്റ്സ് പൊസസീവ് ഇൻ സെൻറ്റൻസസ് ഓഫ് യുവർ ഓൺ. അപ്പോൾ ഓരോ പ്രോണൗണിൻ്റെയും പ്രോനൗണും ആൻഡ് അതിൻ്റെ പൊസസീവ് ഫോം നിങ്ങൾ സെൻറ്റൻസിൽ നിങ്ങളുടെ സെൻറ്റൻസിൽ നിങ്ങളത് യൂസ് ചെയ്യും വേണം. മനസ്സിലായല്ലോ? ഓക്കെ, അപ്പോൾ നമുക്കത് എങ്ങനെ എഴുതാം? വി ഷുഡ് റെസ്പെക്ട് അവർ പാരൻസ്. നാം എന്ത് ചെയ്യണം, നമ്മുടെ പാരൻസിനെ, നമ്മുടെ രക്ഷിതാക്കളെ നമ്മൾ ബഹുമാനിക്കണം. അപ്പോൾ ഇവിടെ വി എന്നതും എന്നതുമാണ് എന്ത്, വി എന്ന പ്രോനൗണിൻ്റെ പൊസസീവ് ഫോമാണ് അവർ. വി പറഞ്ഞാൽ നാം, നമ്മൾ. അവർ എന്ന് പറഞ്ഞാൽ നമ്മുടെ, നാം, നമ്മുടെ. വി അവർ. അപ്പോൾ രണ്ടാമത്തേത്, ഹാവ് യു ഇൻഫോംഡ് യുവർ പാരൻസ്. നീ നിൻ്റെ രക്ഷിതാക്കളോട് കാര്യങ്ങൾ ഇൻഫോം ചെയ്തോ എന്നാണ് ചോദിക്കുന്നത്. ഹാവ് യു എന്ന പ്രൊനൗണിൻ്റെ പൊസസീവ് ഫോം യുവ അല്ലേ, യു നീ, യുവ നിൻ്റെ. മനസ്സിലായല്ലോ? അപ്പോൾ മൂന്നാമത്തേത്, ഹീ ഡസ് ഹിസ് ഡ്യൂട്ടീസ് വെൽ. അവൻ്റെ ഡ്യൂട്ടികളൊക്കെ നന്നായി ചെയ്യുന്നു. ഹി എന്ന പ്രോനൗണിൻ്റെ പൊസസീവ് ഫോം ഹിസ് എന്നാണ്. ഹി അവൻ, ഹിസ് അവൻ്റെ. അടുത്തത്, ഷീ ആൾവേസ് ഹെൽപ്സ് ഹെർ മദർ. അവൾ എപ്പോഴും അവളുടെ അമ്മയെ സഹായിക്കുന്നു. ഷീ എന്നതിൻ്റെ പൊസസീവ് ഫോം ഹെർ എന്നതാണ്. ഷീ അവൾ, ഹെർ അവളുടെ. ദേ കുഡ് നോട്ട് റീച്ച് ദയർ കൺട്രി. അവർക്ക് അവരുടെ രാജ്യത്തേക്ക് എത്തിച്ചേരാൻ കഴിഞ്ഞില്ല. അപ്പോൾ ദേ എന്ന പ്രോനൗണിൻ്റെ പൊസസീവ് ഫോമാണ് ദയർ എന്നത്. ദേ എന്ന് പറഞ്ഞാൽ അവർ, ദയർ അവരുടെ. ദ ഷിപ്പ് സ്റ്റാർട്ടഡ് ദ വോയേജ് ഫ്രം മൊബൈൽ ബട്ട് ഇറ്റ് ഡിഡ് നോട്ട് റീച്ച് ഇറ്റ് ഡെസ്റ്റിനേഷൻ. നമ്മുടെ കപ്പൽ യാത്ര തിരിച്ചത് എവിടെ നിന്നാണ്? മൊബൈലിൽ നിന്നുമാണ്. പക്ഷേ അതിൻ്റെ ഡെസ്റ്റിനേഷനിൽ, അത് എത്തിച്ചേരേണ്ട സ്ഥലത്ത് അതിന് എത്തിച്ചേരാൻ കഴിഞ്ഞില്ല. അപ്പോൾ ഇവിടെ ഇറ്റ് കൊടുത്തിട്ടുണ്ട്, ഇറ്റ്സ് കൊടുത്തിട്ടുണ്ട്. ഇറ്റ് എന്നതിൻ്റെ പൊസസീവ് ഫോമാണ് ഇറ്റ്സ്. ഇറ്റ് എന്ന് പറഞ്ഞാൽ ഇത്, ഇറ്റ്സ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ. ഐ ട്രൈഡ് മൈ മാക്സിമം ബട്ട് ഐ കുഡ് നോട്ട് സേവ് മൈ മെയ്റ്റ്സ്. ഐ ട്രൈഡ് ഞാൻ ശ്രമിച്ചു, മൈ മാക്സിമം എൻ്റെ പരമാവധി ഞാൻ ശ്രമിച്ചു, ബട്ട് ഐ കുഡ് നോട്ട് സേവ് മൈ മെയ്റ്റ്സ് പക്ഷേ എൻ്റെ കൂട്ടുകാരന്മാരെ, എൻ്റെ സഹയാത്രികരെ രക്ഷിക്കാൻ എനിക്ക് കഴിഞ്ഞില്ല. ഇവിടെ ഐ എന്നതിൻ്റെ ആ എന്ന പ്രോനൗണിൻ്റെ പൊസസീവ് ഫോമാണ് മൈ എന്നത്. മനസ്സിലായല്ലോ? ഐ എന്ന് പറഞ്ഞാൽ ഞാൻ, മൈ എന്ന് പറഞ്ഞാൽ എൻ്റെ. അത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. നമ്മൾ അടുത്ത ആക്ടിവിറ്റിയിലേക്ക് കിടക്കുകയാണ്. ആക്ടിവിറ്റി 2. Look at some of the words used in the story. ഇവിടെ കുറച്ച് പദങ്ങൾ, വേർഡ്സ് തന്നിട്ടുണ്ട്. നമ്മുടെ ഈ കഥയിൽ ഉപയോഗിച്ച പദങ്ങൾ തന്നിട്ടുണ്ട്. എന്തൊക്കെയാണെന്ന് വായിച്ചു നോക്കാം. അൺഎക്സ്പെക്റ്റഡ്ലി, ഡിസപ്പിയർഡ്, ഇൻഡെഫിനിറ്റ്ലി, റീഅഷ്യൂറിങ്. എന്താ ഇതിങ്ങനെ തന്നിട്ടുള്ളത്? നമുക്കൊന്ന് വായിച്ചു നോക്കാം. ഇറ്റ് ക്യാൻ ബി സീൻ ദാറ്റ് ദ സഫിക്സസ് ly
ed, and ing are used after the root word. It can be seen that the suffixes, ഇവിടെ നമുക്ക് സഫിക്സസ് കാണാൻ പറ്റും അല്ലേ. അൺഎക്സ്പെക്റ്റഡ്ലി എന്നുള്ളിടത്ത് ly എന്ന് കാണാൻ പറ്റും. ഡിസപ്പിയർഡ് എന്നുള്ളിടത്ത് ed കാണാൻ പറ്റും. റിയഷ്യൂറിങ് എന്നുള്ളിടത്ത് ing കാണാൻ പറ്റും അല്ലേ. അപ്പോൾ നമ്മോട് പറയാണ് ഇവിടെ കുറേ സഫിക്സസ് ഉണ്ട്. അപ്പോൾ സഫിക്സസ് എന്ന് പറഞ്ഞാൽ ഈ റൂട്ട് വേർഡിൻ്റെ അത് ശേഷം വരുന്നതാണ്. അപ്പോൾ പറയാം അല്ലേ. ഓക്കെ, യു ക്യാൻ ഓൾസോ സീ ദാറ്റ് സം എലമെൻറ്റ്സ് ആർ ആഡഡ് ബിഫോർ ദ റൂട്ട് വേർഡ്. നിങ്ങൾ ആദ്യം മനസ്സിലാക്കിയിട്ടുണ്ടാവും, ഇതിപ്പോൾ അവസാനത്തെ കാര്യം പറയുന്നത്. ഇവിടെ ly അൺഎക്സ്പെക്റ്റഡ്ലി എന്നുള്ളിടത്ത് ലും, ഡിസപ്പിയർഡ് എന്നുള്ളിടത്ത് ഇഡിയും, ഇൻഡെഫിനിറ്റ്ലി എന്നുള്ളിടത്ത് ലും, റിയഷ്യൂറിങ് എന്നുള്ളത് ing ചേർന്നു. എന്നാൽ ഈ പദത്തിന് മുമ്പ് ചില പദങ്ങളും ചേർന്നിട്ടുണ്ട്. നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും റൂട്ട് വേർഡിന് പുറമെ. ഏതൊക്കെയാണ്? അൺ, ഡിസ്, ഇൻ, റീ അല്ലേ. അതാണ് ഇവിടെ പറയുന്നത്. അൺ, ഡിസ്, ഇൻ ആൻഡ് റീ റെസ്പെക്റ്റീവ്ലി ആർ ആഡഡ് ബിഫോർ ദ റൂട്ട് വേർഡ്സ്. ഇത് ക്രമപ്രകാരം ഓരോ റൂട്ട് വേർഡിന്റെ മുമ്പിലും ചേർന്നിട്ടുണ്ട്. ശരിക്കും ഇവിടെ റൂട്ട് വേർഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? എക്സ്പെക്റ്റ് എന്നാണ്. അൺഎക്സ്പെക്റ്റഡ്ലി എന്നതിൻ്റെ റൂട്ട് വേർഡ്. അപ്പോൾ ഈ എക്സ്പെക്റ്റ് എന്നതിൻ്റെ കൂടെ പ്രിഫിക്സസ് ആയ അൺ എന്നതും ചേർന്നു, ly സഫിക്സസ് ആയ ly എന്നതും ചേർന്നു. മനസ്സിലായല്ലോ. ശരിക്കും ഇവിടെ റൂട്ട് വേർഡ് എന്നുള്ളത് എക്സ്പെക്റ്റ് എന്നാണ്. ഡിസപ്പിയർ എന്നുള്ളിടത്ത് അതിൻ്റെ റൂട്ട് വേർഡ് എന്നുള്ളത് അപ്പിയർ എന്നാണ്. അപ്പോൾ അപ്പിയർ എന്ന റൂട്ട് വേർഡിൻ്റെ കൂടെ പ്രിഫിക്സസ് ആയ ഡിസും സഫിക്സസ് ആയ ഇഡിയും ചേർന്നിട്ടുണ്ട്. ഡെഫിനറ്റ് എന്നതാണ് ഇവിടെ ശരിക്ക് റൂട്ട് വേർഡ്. ഡെഫിനറ്റ് എന്നതിൻ്റെ കൂടെ ഇൻ എന്ന പ്രിഫിക്സസും ചേർന്നു, ly എന്ന സഫിക്സസും ചേർന്നു. അഷ്വർ എന്ന ഈ റൂട്ട് വേർഡിൻ്റെ കൂടെ റീ എന്ന പ്രിഫിക്സസും ചേർന്നു, ing എന്ന സഫിക്സസും ചേർന്നു. നിങ്ങൾക്ക് ഏകദേശം കാര്യങ്ങൾ പിടികിട്ടിയിട്ടുണ്ടാവും. അപ്പോൾ എന്താണ്, ഇതാണ് പ്രിഫിക്സസ് എന്നത്. റൂട്ട് വേർഡിന് മുമ്പിൽ വരുന്നതാണ് പ്രിഫിക്സസ്. റൂട്ട് വേർഡിന് ശേഷം വരുന്ന ly അതുപോലുള്ളതാണ് സഫിക്സസ് എന്ന് നിങ്ങൾ മനസ്സിലാക്കാം. ദീസ് ആർ എക്സാമ്പിൾസ് ഓഫ് പ്രിഫിക്സസ് ഇൻ ഇംഗ്ലീഷ്. ഈ നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ, അൺ, ഡിസ്, ഇൻ ആൻഡ് റീ. ഈ റൂട്ട് വേർഡിന് മുമ്പ് വരുന്ന അൺ, ഡിസ്, ഇൻ, റീ ഇതുപോലെയുള്ള ദീസ് ആർ എക്സാമ്പിൾസ് ഓഫ് പ്രിഫിക്സസ് ഇൻ ഇംഗ്ലീഷ്. ഇംഗ്ലീഷിലെ പ്രിഫിക്സസ് എന്ന് പറഞ്ഞതിന് ഉദാഹരണങ്ങളാണ് ഇവയൊക്കെ. ഈ അണ്ണും, ഡിസും, ഇന്നും ആൻഡ് റീയും. ഇനി നമ്മോട് പറയാണ് ഫിൽ ഇൻ ദ ഫോളോവിങ് ടേബിൾ. ഈ അടിയിൽ കൊടുത്തുള്ള ടേബിൾ നിങ്ങളോട് ഫില്ല് പറഞ്ഞിട്ടുണ്ട്, നിങ്ങളോട് പൂർത്തിയാക്കാം എന്നാണ് പറയുന്നത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യാം? വിത്ത് പ്രിഫിക്സ്ഡ് വേർഡ്സ്. എന്തുമായിട്ടാണ് ഫില്ല് ചെയ്യാനുള്ളത്? പ്രിഫിക്സ്ഡ് വേർഡ്സ് ആണ് വേണ്ടത്. പ്രിഫിക്സ് എന്ന് പറഞ്ഞാൽ ആദ്യം വരുന്നത്, റൂട്ട് വേർഡിന് മുമ്പ് വരുന്നതാണ്. അപ്പോൾ അൺ, ഡിസ്, ഇൻ, റീ എന്ന പ്രിഫിക്സസുകളോട് കൂടിയ പദങ്ങളാണ് ചേർക്കാനുള്ളത്. ഐഡന്റിഫൈഡ് ഫ്രം ദ സ്റ്റോറി. ഒന്നെങ്കിൽ നമ്മുടെ സ്റ്റോറിയിൽ നിന്ന്, നമ്മുടെ കഥയിൽ നിന്ന് നിങ്ങൾ എന്ത് കണ്ടെത്തി എഴുതുക. ഓർ വിത്ത് സച്ച് വേർഡ്സ് ഫ്രം എ ഡിക്ഷണറി, അല്ലെങ്കിൽ ഡിക്ഷണറിയുടെ സഹായത്തോട് കൂടിയിട്ട് ഡിക്ഷണറിയിൽ നിന്നും അതുപോലുള്ള പദങ്ങൾ കണ്ടെത്തി എഴുതുകാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ അൺ വെച്ചിട്ട് ഏതൊക്കെ പദങ്ങളാണ് നമുക്ക് കണ്ടെത്താൻ പറ്റുക? അൺഫോർച്ചുനേറ്റ് അല്ലേ, അൺഹാപ്പി, അൺലക്കി, അൺട്രൂ. അടുത്ത ഡിസ് ചേർത്തിട്ട് ഡിസ്ക്ലോസ്, ഡിസ്ലൈക്ക്, ഡിസഗ്രി, ഡിസ്ചാർജ്. ഇനി വെച്ചിട്ടാണെങ്കിലോ ഇൻഅപ്രോപ്രിയേറ്റ്, ഇൻഡീസെൻറ്റ്, ഇൻവിസിബിൾ, ഇൻജസ്റ്റിസ്. അടുത്തത് റീ വെച്ചിട്ട് റീട്രൈ, റീഅപ്പിയർ, റീഗെയിൻ, റീയൂസ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഈ ഇതുവരെയുള്ള ഈ ആക്ടിവിറ്റികൾ കംപ്ലീറ്റ് ചെയ്തിട്ട് നിങ്ങൾ എന്ത് ചെയ്തിട്ട് സാറിന് ഫെസിലിറ്റി അയച്ചു തരണം. സംശയം നിങ്ങൾ ചോദിക്കുകയും വേണം. ഇത്രയുമാണ് നമുക്കിന്ന് എടുക്കാനുള്ളത്. എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുകയാണ്. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.